നമുക്ക് ചിക്കൻ ഗീ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പൊടികളും നാരങ്ങാനീരും ചേർത്ത് ചിക്കനെ 10 to 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ ഈ കാണുന്ന സ്പൈസസ് ഒക്കെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനലുകൾ റെഫർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുളി. അതിനെ കുതിരാൻ വയ്ക്കാൻ മറക്കല്ലേ. മൊരിഞ്ഞ സ്പൈസസിനെയൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാം. കഴിഞ്ഞില്ല, അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും കൂടി റോസ്റ്റ് ചെയ്ത് ചേർക്കാനുണ്ട്. ചിക്കൻ ഗീ റോസ്റ്റിലെ മെയിൻ ഐറ്റം ഗീ ആണല്ലോ. നമ്മൾ ഗീയും കൂടി ചേർത്ത് വേണം പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ റോസ്റ്റ് ചെയ്ത പൊടികൾ മുന്നേ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചതിൻ്റെ കൂട്ടത്തിൽ പുളിവെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. നേരെ ഒരു കടായി വെക്കുക. അതിലേക്ക് ആവശ്യത്തിലേറെ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുരളിയുടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത ഒനിയൻ, ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനെ അതിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. അടച്ച് വെച്ചാൽ മാത്രം പോരാട്ടോ, നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പം അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരുപാട് നേരം ഉള്ളിയിട്ട് വഴറ്റി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമുക്ക് വേഗം തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ലാസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി കയ്യിൽ നല്ലപോലെ തിരുമ്പിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുള്ളൂ. അപ്പോൾ അതും ചേർത്ത് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. ലാസ്റ്റ് ഫൈനൽ ടച്ചായിട്ട് നമ്മൾ കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പുളിയും മധുര എരിയും ചേർന്നൊരു കോമ്പിനേഷനാണ്. ഏകദേശം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു സോ മച്ച്.